വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിപ്രിസിയേഷനെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. ഡിപ്രിസിയേഷൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിപ്രിസിയേഷൻ, കോസസ് ഓഫ് ഡിപ്രിസിയേഷൻ എന്നീ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് രണ്ട് മെത്തേഡ്സിലൂടെയാണ്. അതിൽ ഫസ്റ്റ് വരുന്ന മെത്തേഡാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഡിപ്രിസിയേഷൻ ഭാഗത്തു നിന്നും ഒരുപാട് പ്രോബ്ലംസും ഒക്കെ വരാറുള്ള ഒരു ഏരിയയാണിത്, മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് പ്രോബ്ലംസ് അത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. എന്നാലും ഏത് രീതിയിലാണ് കാണുന്നത്, അതിൻ്റെ ഫോർമുല എന്താണ് എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾക്ക് ഞാൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ മെത്തേഡ്സാണ് ഡിപ്രിസിയേഷൻ, മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ. ഫസ്റ്റ് വൺ ഈസ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. This is a method in which fixed amount is deducted from the value of an asset year after year on account of depreciation and debited to profit and loss account. അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. ഈ മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ ജസ്റ്റ് ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യും. ഡിപ്രിസിയേഷന് വേണ്ടിയിട്ട് അസറ്റിൽ നിന്നും നമ്മൾ ജസ്റ്റ് ആ ഒരു എമൗണ്ട് മൈനസ് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. This method is also known as fixed installment method. According to this method, depreciation is calculated as original cost of the asset minus scrap value divided by effective life. ഇതാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കാണാനുള്ള ഫോർമുല. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് അസറ്റ്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഏതെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് 11,000, സ്ക്രാപ്പ് വാല്യൂ 1,000, ഇഫക്റ്റീവ് ലൈഫ് 10 years ആണെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷൻ കാണാം 11,000 മൈനസ് 1,000 ഡിവൈഡഡ് ബൈ 10. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്, സ്ക്രാപ്പ് വാല്യൂ, ഇഫക്റ്റീവ് ലൈഫ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ കാണാം അക്കോർഡിംഗ് ടു സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. ദിസ് ഈസ് ദ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ് വൺ ഈസ് written down value method. Next method is written down value method. This method is also known as diminishing balance method. Diminishing means value is reducing balance method or diminishing balance method. Written down value method is also known as diminishing balance method or reducing balance method. Under this method, a fixed percentage is written off every year on the book value of the asset at the beginning of the year. A certain percentage ആണ് നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഡിപ്രിസിയേഷൻ കാണുന്നത്. The asset is depreciation. The asset depreciation at the rate of 15%, അല്ലെങ്കിൽ depreciation at the rate of 10%, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു? സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. എന്താണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, അതുപോലെ തന്നെ എന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാൻ പോവുകയാണ്. ഡിപ്രിസിയേഷൻ എന്ന ഭാഗത്തു നിന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതുപോലെ ഇന്നും എടുത്ത ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെർമനൻറ്റ് ആൻഡ് ഗ്രാഡുവൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ഈസ് നോൺ ആസ്. പെർമനൻറ്റ് ആൻഡ് ഗ്രാഡുവൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന ഡിക്രീസാണ്, അല്ലേ? ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. നമ്മൾ പഠിച്ചത് എന്താണ്? ഡിപ്രിസിയേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലോസ് ഡ്യൂ ടു ഡിസ്കാർഡിംഗ് ഓഫ് ദ ഓൾഡ് അസറ്റ് ഈസ് നോൺ ആസ്. ഓൾഡ് അസറ്റ് ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന ലോസിനെ നമ്മൾ എന്താണ് പറയുന്നത്?
ഒബ്സലസൻസ് എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് പീരിയോഡിക് ചാർജസ് ടു ഓപ്പറേഷൻസ് ഡ്യൂ ടു എക്സ്ഹോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എസ്റ്റിമേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് ചേഞ്ചസ് ആണ് ഡ്യൂ ടു എന്താണ്, നാച്ചുറൽ റിസോഴ്സസിൻ്റെ എക്സ്ഹോഷൻ കാരണം. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് എന്താണ്, ഡിപ്ലീഷൻ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എന്താണ്, ഒബ്സലസൻസ് എന്താണ്, ഡിപ്ലീഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നവർ, ഈ ഒരു ക്വസ്റ്റ്യൻസ് കേൾക്കുന്നവർ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ക്ലാസ് കേട്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ് വിച്ച് ഹാവ് എൻറ്റൈറ്റിൽമെൻറ്റ് ടു യൂസ് ഫോർ എ കോൺട്രാക്റ്റഡ് ടൈം. ഇൻടാഞ്ചിബിൾ അസെറ്റ് അതായത് ഗുഡ് വിൽ, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് ആണ് അല്ലേ. ദ അസെറ്റ്സ് വിച്ച് കനോട്ട് ബി ടച്ച് ഓർ സീൻ, അതാണ് ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഹാവ് എൻറ്റൈറ്റിൽ ടു യൂസ് ഫോർ എ കോൺട്രാക്റ്റഡ് ടൈം, അതിനെന്താ നമ്മൾ പറയുക, എമോർട്ടൈസേഷൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻറ്റ് അസെറ്റ്. കറൻറ്റ് അസെറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസിന് നമ്മൾ പറയുന്നത് എന്താണ്, ഫ്ലക്ച്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ഫോർ ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ അസെറ്റ്. അസെറ്റിൻ്റെ മേലെ ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ എന്തു പറയും. വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ഫോർ ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ അസെറ്റ്, ഡിപ്രിസിയേഷൻ ചാർജിങ് അസെറ്റിൽ നമ്മൾ ജേണൽ എൻട്രി, എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്നാണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെക്റ്റർ ടു അസെറ്റ്. അപ്പോൾ നമ്മൾ ഏതൊരു അസെറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ആണെങ്കിലും ആദ്യം നമ്മൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെക്റ്റർ ടു അസെറ്റ്. ഇപ്പോൾ ഫർണിച്ചർ ആണെങ്കിൽ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെക്റ്റർ ടു ഫർണിച്ചർ, മെഷീനറി ആണെങ്കിൽ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെക്റ്റർ ടു മെഷീനറി അക്കോർഡിംഗ്ലി. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജേണൽ എൻട്രി ഫോർ സെയിൽ ഓഫ് അസെറ്റ്. അസെറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു അല്ലേ, ജേണൽ എൻട്രി ഫോർ സെയിൽ ഓഫ് അസെറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെക്റ്റർ ടു അസെറ്റ് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെക്റ്റർ ടു അസെറ്റ്, രണ്ട് രീതിയിലും നമുക്ക് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫിക്സഡ് എമൗണ്ട് ഡിഡക്റ്റഡ് ഫ്രം ദ വാല്യൂ ഓഫ് ആൻ അസെറ്റ് ഇയർ ആഫ്റ്റർ ഇയർ ഓൺ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ അല്ലേ. ഡിപ്രിസിയേഷൻ ഏത് മെത്തേഡ് പ്രകാരമാണ്, അതായത് ഫിക്സഡ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നു നമ്മൾ ഇയർ ആഫ്റ്റർ ഇയർ ഓൺ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. ഒരു ഫിക്സഡ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ഡിഡക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഏത് മെത്തേഡാണ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. Next question, written down value method of depreciation is also known as. Written down value method of depreciation is also known as എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, diminishing balance method. Next question, formula of depreciation under straight line method. Straight line method പ്രകാരം depreciation കാണാനുള്ള ഫോർമുലയാണ് ചോദിച്ചത്. Depreciation according to this method, depreciation equal to original cost of the asset minus scrap value whole divided by effective life. Next question, a fixed percentage is written off every year on book value of asset at the beginning of the year under which accounting method. അതായത് ഫിക്സഡ് പെർസെൻറ്റേജ് ഡിഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ഡൗൺ മെത്തേഡും ഫിക്സഡ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും. അടുത്തത് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഫോർമുലാസാണ്, ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതിലാദ്യം പറയുന്നത് ടോട്ടൽ ഡിപ്രിസിയേഷൻ. ടോട്ടൽ ഡിപ്രിസിയേഷൻ കാണാനുള്ള ഫോർമുല എന്താണ്, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ആണ് ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ് ആനുവൽ ഡിപ്രിസിയേഷൻ. ആനുവൽ ഡിപ്രിസിയേഷൻ എങ്ങനെ കാണും, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഹോൾ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് ലൈഫ്. നെക്സ്റ്റ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. ആനുവൽ ഡിപ്രിസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിപ്രിസിയേഷൻ ഇൻറ്റു 100. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയെടുത്തിട്ട് നന്നായിട്ട് പഠിക്കുക. നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ വിവിധ ക്ലാസ്സുകളിലായിട്ടുള്ളത് എടുത്തിട്ടുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊരു സെപ്പറേറ്റ് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, പഠിക്കുകയും ഇടയ്ക്ക് റിവൈസ് ചെയ്യുകയും ഒക്കെ വേണം. എന്നാലേ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ നല്ലൊരു ബേസ് ഉണ്ടാവുള്ളൂ. എക്സാം ആകുമ്പോഴേക്കും
നല്ല രീതിയിൽ എക്സാം എഴുതാനും പറ്റുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടാവുക കോമേഴ്സ് സബ്ജക്റ്റിൽ നിന്നാണ്. ബാക്കിയുള്ള സബ്ജക്ട്സ് ജനറൽ ഇംഗ്ലീഷും മാത്സും GK ഒക്കെ വരികയെങ്കിലും നമുക്ക് കൂടുതൽ മാർക്ക് കോമേഴ്സ് സബ്ജക്ട്സിൽ നിന്നും ചോദിക്കും. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ സിലബസിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സിലബസിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ ഓരോന്നിലും ഏതൊക്കെ ഏരിയാസാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപേ, കാണാത്തവരത് പോയിട്ട് കാണുക. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് പഠിക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് എല്ലാവരും പഠിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിലിമിനറി എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് മെയിൻ എക്സാമിൻ്റെ ക്ലാസ്സുകളും ആരംഭിക്കാം. മെയിൻ എക്സാം ഡിസ്ക്രിപ്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അക്കൗണ്ടൻസിയിൽ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്